ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പഴമാങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണ പഴമാങ്ങ കൊണ്ടുള്ള മധുരക്കറി തേങ്ങ അരച്ചും മോരൊഴിച്ചും ഒക്കെ കറി കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സ്പൈസി ആയിട്ടുള്ള പഴമാങ്ങ കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതിലെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭ്യമാകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 4 പഴുത്ത മാങ്ങ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പഴുത്ത മാങ്ങ പൂളിയെടുത്ത് തൊലി കളഞ്ഞിട്ട് അതിൻ്റെ സത്തെടുത്താണ് മാങ്ങയുടെ പഴച്ചാറെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 സ്പൂൺ മല്ലി, പച്ചമല്ലി, 1 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ ഉലുവ, 3 വറ്റൽമുളക്, മീഡിയം സൈസ് സവോള അരിഞ്ഞെടുത്തി കഷ്ണങ്ങളാക്കിയാൽ മതി, നമ്മൾ അല്ലാതെ സ്ലൈസ് ആക്കണ്ട. പിന്നെ 3 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, പിന്നെ ഒരു കഷ്ണം പുളി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പഴമാങ്ങ കറിക്കായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചേരുവകളെല്ലാം ചേർത്തൊന്ന് ചൂടാക്കാം. ആദ്യം മല്ലി ഇട്ട് കൊടുക്കുന്നു. ഇതിലേക്ക് ജീരകം, ഉലുവ, കുരുമുളക്, മുളക്, ഇത്രയും സാധനങ്ങളുടെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, സവോള കഷ്ണങ്ങളാക്കിയത്, ഇഞ്ചി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു ശകലം വെള്ളം ഒഴിച്ച് ഇതൊന്ന് പേസ്റ്റ് ആക്കാം. അപ്പോൾ നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് കടുകിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ചുവന്ന മുളക്, കറിവേപ്പില, ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള മസാല കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാമ്പഴത്തിൻ്റെ സത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. കുറച്ചുകൂടെ വെള്ളം ആവശ്യമാണ്, കാരണം തീരെ കട്ടിക്കല്ല നമ്മളിത് വെക്കുന്നത്. അപ്പം കുറച്ചുകൂടെ വെള്ളം എടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് തിളയ്ക്കാനായിട്ട് വെക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള മാമ്പഴം ചേർത്ത് കൊടുക്കാം. ഇത് നല്ല നാട്ടുമാങ്ങയാണ്. നമുക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഞാൻ പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണിത്. ഇത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ 2 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വന്നു കഴിയുമ്പോൾ നമുക്ക് വാങ്ങാം. അപ്പോൾ നമ്മുടെ മാമ്പഴ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്പൈസി ആയിട്ടുള്ള ഒരു കറിയാണ്. എന്നാൽ മാമ്പഴത്തിൻ്റെയും ആ പഞ്ചസാരയുടെയും ഒക്കെ ആ ഒരു മധുരം ഇതിനകത്ത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വിഭവമാണിത്. നമുക്ക് വളരെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിലെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.